കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാം AE പ്രകാരം. മനസ്സിലായി? AE അക്വയർ അല്ലയോ? അക്വയർ ചെയ്യുന്നു. അക്വയറിനകത്ത് ഒരു A ഉണ്ട്, ഒരു E ഉണ്ട് അല്ലയോ? അക്വയർ എന്ന് പറയപ്പെടുന്ന വാക്ക് തുടങ്ങി അവസാനിക്കുന്ന AEക്കകത്താണ്. അപ്പൊ 36AE എന്താണ്? അക്വയർമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹായ് കൂട്ടുകാരെ, എൻട്രി ആപ്പിന്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് വിശ്വനാഥ്. അപ്പോൾ നമ്മളുടെ അടുത്ത വരുന്ന അപ്കമിംഗ് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ സംബന്ധിച്ചും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസിനെ സംബന്ധിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന കൂട്ട് തന്നെ നമ്മളുടെ എക്സാമിനേഷൻ, കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ സംബന്ധിച്ച്. അതിനു മുമ്പേ നമ്മളുടെ എൻട്രിയുടെ കോപ്പറേറ്റീവ് ബാങ്ക് ഗോൾഡ് ബാച്ചുകൾ എൻട്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആപ്പിൽ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു എൻട്രി കോപ്പറേറ്റീവ് ഗോൾഡ് ബാങ്ക് ആ ഒരു കോഴ്സിനകത്തൂടെ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് അസിസ്റ്റൻസ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, അതായത് ഓരോ വിഷയങ്ങളിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യപ്പെടുന്നു? ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, അതായത് റിയൽ ടൈം ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ആണ് എൻട്രി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, അതായത് നമ്മൾ പരീക്ഷ എത്രത്തോളം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നു അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയപ്പെടുന്നത്. ഈ എക്സാം ലെവൽ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യപ്പെടും? ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള എമിനന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ കയ്യിൽ നിന്ന് എക്സാംസ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ടിപ്സും സ്ട്രാറ്റജീസും എല്ലാം റിയൽ ടൈം ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ എൻട്രിയുടെ കേരള ബാങ്ക് ഗോൾഡ് ആപ്പ്, കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെന്റർഷിപ്പ് അസിസ്റ്റൻസ് നമുക്കുണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സസ്, അതായത് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എക്സ്പേർട്സിന്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് അവിടെയുണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് കേരള ബാങ്കിന്റെ പരിഷ്കരിച്ച സിലബസ് പ്രകാരമുള്ള ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ തന്നെ മോക്ക് ലെവൽ എക്സാമിനേഷൻസും നിങ്ങളിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യപ്പെടുക? കോൺടാക്ട് ചെയ്യുക. എൻട്രി ആപ്പിനോടൊപ്പം പഠനം ആരംഭിച്ച് നമ്മളുടെ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷൻ ആയിക്കോട്ടെ, കേരള ബാങ്ക് എക്സാമിനേഷൻ ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് എല്ലാ കൂട്ടുകാരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യപ്പെടാം? നമ്മളുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യപ്പെടാം? എത്രയും പെട്ടെന്ന് പോകാം. അപ്പോൾ 1949 ഇന്ത്യയിൽ എന്ത് നിലവിൽ വരുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സിമ്പിൾ ആയിട്ട് നിലവിൽ വന്ന ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാനായിട്ട് കഴിയണം. 1949 ഏത് നിയമം വരുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയപ്പെടുന്ന ആക്ട് നിലവിൽ വരുന്നത്. ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1947 സെർവ് ആസ് എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഇന്ത്യസ് ബാങ്കിങ് സെക്ടർ. പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിച്ച് ആക്ട് സെർവ് ആസ് എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഇന്ത്യസ് ബാങ്കിങ് സെക്ടർ? ആൻസർ എന്താണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. മനസ്സിലായല്ലോ? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയപ്പെടുന്നത് എന്താണ്? കൺട്രോൾ ദി ഓപ്പറേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എൻഷറിംഗ് കംപ്ലയൻസ് ആൻഡ് സൗണ്ട് ഫംഗ്ഷനിങ്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളായിക്കോട്ടെ, വാണിജ്യ ബാങ്കുകളായിക്കോട്ടെ, കോപ്പറേറ്റീവ് ബാങ്കുകളായിക്കോട്ടെ, സഹകരണ ബാങ്കുകളായിക്കോട്ടെ, ഇവയുടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനും ഫെയർ പ്രാക്ടീസസുമാണ് എന്ത് ഉറപ്പ് നൽകുന്നത്? 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ത് ചെയ്യപ്പെടുന്നത്? നമ്മളിലേക്ക് ഉറപ്പ് നൽകുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയപ്പെടുന്നത് രാജ്യത്തെ ബാങ്കുകളെ ഓവർസീ ചെയ്യുക, അതിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമെന്ന്. ഈ ഒരു നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് എന്താണ്? ഈ ഒരു ആക്ട് ആണ് നിലവിൽ രാജ്യത്തെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളെയും ഗവേൺ ചെയ്യുന്ന സിംഗുലർ അതോറിറ്റി എന്ന് പറയപ്പെടുന്നത്. അതിനുള്ള പ്രൊവിഷൻസും പവേഴ്സും ഒക്കെ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകുന്നത് ഏത് ആക്ട് ആണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണെന്ന് എന്ത് ചെയ്യപ്പെടാം കൂട്ടുകാരെ? നിസ്സംശയം നമുക്ക് പറയാം. മനസ്സിലായോ? 1949 എന്ത് ചെയ്യപ്പെടുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നത്. 1965 എന്ത് ചെയ്യപ്പെട്ടു? അമെൻഡ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അത് 1965 എന്ത് ചെയ്യപ്പെടുന്നു? അമെൻഡ് ചെയ്യുന്നു. പിന്നീട് ഒരു അമെൻഡ്മെന്റ് വരുന്നത് 2020 എന്ത് ചെയ്യപ്പെടുന്നത്? വരുന്നത്. അപ്പം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ,
മനസ്സിലായല്ലോ, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയപ്പെടുന്ന പ്രദേശത്തേക്ക്. അപ്പോൾ അതായത് നിലവിൽ ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങൾക്കും 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടും 65 2020 എന്ത് അമെൻമെന്റുകളും എന്താണ് പൂർണ്ണമായിട്ടും ബാധകമാണ് എന്നുള്ള കാര്യം കൂട്ടുകാർ ഓർത്തു നോക്കുക. ജമ്മു കാശ്മീർ അതിനകത്ത് എക്സ്ക്ലൂഡഡ് അല്ല, ഇൻക്ലൂഡഡ് ആണ് എവിടെ എന്ന് പറയപ്പെടുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡേറ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് അത് നിലവിൽ വരുന്നത് മാർച്ച് 16 1949. മനസ്സിലായല്ലോ. മാർച്ച് 16 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. ഇനി ഡേറ്റ് വെച്ച് ചോദിച്ചാലും കൂട്ടുകാർ എന്ത് ചെയ്യപ്പെടുക, കൃത്യമായിട്ട് ഉത്തരം പറയുക. അതോടൊപ്പം തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1966 മാർച്ച് 1 പ്രകാരം എന്ത് ചെയ്യപ്പെടുന്നു, അത് പൂർണ്ണമായിട്ട് അമെൻമെന്റിലൂടെ എന്ത് ചെയ്യപ്പെടുന്നു, നിലവിൽ വരുന്നു എന്ന് പറയുന്നു. നിലവിൽ നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 49 എത്ര സെക്ഷനുകളുണ്ട്, 56 സെക്ഷനുകളുണ്ട്. മനസ്സിലായല്ലോ. 49 പാസ്സാക്കുമ്പോൾ 55 സെക്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്. 56ാമത്തെ സെക്ഷനായിട്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെയും കൂടെ, മനസ്സിലായല്ലോ, കോപ്പറേറ്റീവ് ബാങ്കുകളുടെ 56ാമത്തെ സെക്ഷനായിട്ട് എന്ത് ചെയ്യപ്പെട്ടു, 1965 അമെൻമെന്റ് ഉൾപ്പെടുത്തി. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ടോട്ടൽ സെക്ഷൻസിന്റെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, 56 ആണ്. എത്രയാണ്, 56 സെക്ഷൻസ് ആണ് എവിടെയുള്ളത്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഉള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യപ്പെടുക, കൂട്ടുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത നോക്കി കഴിഞ്ഞാൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് നോക്കാം. മനസ്സിലായല്ലോ. ഓക്കെ, സെക്ഷൻ 7 പറയുന്നത് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് ഓർ ബാങ്കിങ് കമ്പനി, മനസ്സിലായാലോ, എന്നുള്ള കാര്യങ്ങളാണ് എവിടെ വന്നത്, സെക്ഷൻ 7 പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വിച്ച് സെക്ഷൻ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 യൂസസ് ദ വേർഡ് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് കമ്പനി. നമുക്കറിയാം ബാങ്ക് എന്ന് പറയപ്പെടുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. മനസ്സിലായല്ലോ. ബാങ്കോ എന്ന് പറയപ്പെടുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്തുണ്ടായത്, ബാങ്ക് എന്ന് പറയപ്പെടുന്ന പദം ഉണ്ടായത്. ഇന്ത്യയിൽ ആർക്കൊക്കെ എപ്പോഴൊക്കെ ബാങ്ക് എന്നോ ബാങ്കർ എന്നോ ബാങ്കിങ് എന്നോ ബാങ്കിങ് കമ്പനി എന്നോ ഉപയോഗിക്കാമെന്ന് ഏത് സെക്ഷൻ ഡിനോട്ട് ചെയ്യുന്നു, സെക്ഷൻ 7. ഏത് സെക്ഷൻ ഡിനോട്ട് ചെയ്യുന്നു കൂട്ടുകാരെ, സെക്ഷൻ 7 ഡിനോട്ട് ചെയ്യുന്നു. സെക്ഷൻ 10BB പറയുന്നത് എന്താണ്, പവർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു അപ്പോയിന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റഡ് ഓൺ ഓൾ ടൈം ബേസിസ് ഓർ മാനേജിംഗ് ഡയറക്ടർ ഓഫ് എ ബാങ്കിങ് കമ്പനി. മനസ്സിലായല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് രാജ്യത്തെ ബാങ്കുകളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും അതേപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടേഴ്സിനെയും, മനസ്സിലായല്ലോ, നിയമിക്കുവാനായിട്ടുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ BB എന്ന് പറയപ്പെടുന്നത്, സെക്ഷൻ 10BB. അപ്പൊ ഈ BB എന്ന് എടുത്ത് നമുക്കൊരു ക്ലൂ ആയിട്ട് അങ്ങ് എടുത്തുകൂടാ കൂട്ടുകാരെ, 10BB. അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, BB അല്ലയോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന 10BB വരുമ്പോൾ അതിനകത്ത് എന്ത് വരുന്നു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചും മാനേജിംഗ് ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിനെ സംബന്ധിച്ചു. അപ്പൊ 10BB ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് ഓർക്കുക. അതിനകത്ത് ഒരു B എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് എന്ത് ചെയ്യപ്പെടുക, ഓർത്ത് നോക്കുക. 10BB എന്ന് പറയപ്പെടുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, 10BB എന്ന് പറയപ്പെടുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത് എന്ത് ചെയ്യപ്പെടുക, അതൊരു ക്ലൂ ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അധികാരങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു, ചെയർമാന്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യാനും ഓൾ ടൈം മാനേജിംഗ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു അധികാരത്തെയാണ് 10BB എന്ത് ചെയ്യപ്പെടുന്നത്, പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് ചെയ്യപ്പെടുക, ഓർത്തിരിക്കുക. അടുത്തതെന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 11 ആണ്. റിക്വയർമെന്റ് ആസ് ദി മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്. 10BB കഴിഞ്ഞാൽ, BB കഴിഞ്ഞാൽ റിക്വയർമെന്റ് ആസ് ടു മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 11 എന്ന് പറയപ്പെടുന്നത്. ഏത് സെക്ഷൻ എന്ന് പറയപ്പെടുന്നത്, സെക്ഷൻ 11 എന്ന് പറയപ്പെടുന്നത്. അടുത്ത സെക്ഷൻ നോക്കിയേ, റെഗുലേഷൻ ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. മനസ്സിലായല്ലോ. റെഗുലേഷൻ ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 12. അപ്പൊ സെക്ഷൻ 12 ക്യാപിറ്റൽ ആണ്. എന്താണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 12 എന്ന് പറയപ്പെടുന്നത് മൊത്തം ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നു, അല്ലയോ. എന്താണ്, റെഗുലേഷൻ ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആൻഡ് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 12 എന്ന് പറയപ്പെടുന്നത്. സെക്ഷൻ 15 എന്ന് പറയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ ആസ് ടു പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡിന്റെ പേയ്മെന്റിനെ കുറിച്ചും അതിന്റെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ചും പറയുന്ന സെക്ഷൻ ഏതാണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 15 ആണ്. ഏത് സെക്ഷൻ ആണ് പറയുന്നത്, സെക്ഷൻ 15 ആണ് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നു, മനസ്സിലായല്ലോ. വിച്ച് സെക്ഷൻ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഡിസ്ക്രൈബ് അബൌട്ട് ദി എന്താണ് റെസ്ട്രിക്ഷൻസ്
ആസ് ടു പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എന്ത് തെരഞ്ഞെടുത്ത് എഴുതുക? സെക്ഷൻ 15 എന്ത് ചെയ്യപ്പെടുക? തെരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെ ഇതിനകത്ത് ചോദിക്കത്തുള്ളൂ. നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയപ്പെടുമ്പോൾ അത്ര വലിയ ഭീമാകാരനായിട്ടുള്ള പേടിപ്പിരുത്തുന്ന ആളൊന്നും അല്ല. അതൊരു സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ഭൂരിഭാഗം ഉത്തരങ്ങളും നമുക്ക് എഴുതാനായിട്ട് കഴിയും. അടുത്ത നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അടുത്തതാണ് സെക്ഷൻ 17. മനസ്സിലായല്ലോ? സെക്ഷൻ 17 റിസർവ് ഫണ്ട്, സെക്ഷൻ 18 ക്യാഷ് റിസർവ്, സെക്ഷൻ 20 എന്ന് പറയപ്പെടുന്നത് റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. മനസ്സിലായല്ലോ? സെക്ഷൻ 17, 18 റിസർവ് ആണ്, അല്ലയോ? സെക്ഷൻ 17 ക്യാഷ് റിസർവ് ഫണ്ട് ആവുമ്പോൾ സെക്ഷൻ 18 ക്യാഷ് റിസർവുകളെ കുറിച്ച് പറയുന്നു. അപ്പോൾ സെക്ഷൻ 17 റിസർവ് ഫണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ സെക്ഷൻ 18 എന്തിനെ കുറിച്ച് പറയുന്നു? ക്യാഷ് റിസർവുകളെ സംബന്ധിച്ച് പറയുന്നു. എന്തിനെ സംബന്ധിച്ച് പറയുന്നു? ക്യാഷ് റിസർവുകളെ സംബന്ധിച്ച് പറയുന്നു. സെക്ഷൻ 20 എന്തിനെ കുറിച്ച് പറയുന്നു? റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ കുറിച്ച് പറയുന്നു. എന്തിനെ കുറിച്ച് പറയുന്നു? റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ കുറിച്ച് പറയുന്നതാണ് എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 20 എന്ന് പറയപ്പെടുന്നത്. അപ്പൊ സെക്ഷൻ 17 റിസർവ് ഫണ്ടിനെ കുറിച്ച് പറയുന്നു, സെക്ഷൻ 18 ക്യാഷ് റിസർവിനെ കുറിച്ച് പറയുന്നു, സെക്ഷൻ 20 എന്ന് പറയപ്പെടുന്നത് റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. എന്തിനെ കുറിച്ച് പറയുന്നു? റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ കുറിച്ച് പറയുന്നു എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 20 എന്ന് പറയപ്പെടുന്നത്. അപ്പം RR റിസർവ് ഫണ്ട്, ക്യാഷ് റിസർവ്, അങ്ങനെ ആലോചിക്കാം. അപ്പൊ RR ഏതൊക്കെയാണ്? സെക്ഷൻ 17, സെക്ഷൻ 18 ആണ്. വേറെ ആറിനെ എടുത്താൽ RR എടുത്താൽ എന്ത് ചെയ്യപ്പെടാം? സെക്ഷൻ 20 കൂടെ ഉൾപ്പെടുത്താം. സെക്ഷൻ 19 അല്ല, RR ആണെന്ന് എടുത്താൽ എന്താണ്? സെക്ഷൻ 17 വരുന്നു, റിസർവ് ഫണ്ട്. രണ്ടാമത്തെ R ഏതാണ്? അത് ക്യാഷ് റിസർവ് ആണ്. സെക്ഷൻ 20 പറയുന്ന R ഏതാണ്? അത് റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്, അല്ലയോ? അതിനകത്ത് മൂന്നിനകത്തും എന്തുകൊണ്ട്? 6 ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സെക്ഷൻ 17, 18, 20 സെക്ഷൻ 17 റിസർവ് ഫണ്ടുകളെ കുറിച്ച്, അതായത് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിസർവ് ഫണ്ടുകളെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 18 ക്യാഷ് റിസർവുകളെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 20 റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതായത് ബാങ്കുകളിലെ ലോൺസ് ആൻഡ് അത് ലെൻഡ് ചെയ്യുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 20 എന്ന് പറയപ്പെടുന്നത്. സെക്ഷൻ 21 എന്ന് പറയപ്പെടുന്നത് പവർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ അഡ്വാൻസസ് ബൈ ബാങ്കിങ് കമ്പനീസ്. മനസ്സിലായോ? ബാങ്കിങ് കമ്പനീസിന്റെ അഡ്വാൻസസിനെ നിയന്ത്രിക്കാനായിട്ടുള്ള അധികാരം എന്താണ്? അത് ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണെന്ന് പറയുന്നതാണ് സെക്ഷൻ 21 എന്ന് പറയപ്പെടുന്നത്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 21A ആണെന്ന് നമുക്ക് പറയാം. റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്കിങ് കമ്പനീസ് നോട്ട് ടു ബി സബ്ജക്ട് ടു ദ സ്ക്രൂട്ടണി ബൈ കോർട്സ്. അതായത് നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് കമ്പനീസ് ചാർജ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് റേറ്റുകളുണ്ട്, അല്ലയോ? ആ ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്താണ്? ആ ഇൻട്രസ്റ്റ് റേറ്റുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു? ബാങ്കുകൾക്ക് ഇടപെടാൻ കഴിയുന്നില്ല. നോട്ട് ടു ബി ദ സ്ക്രൂട്ടണി ഓഫ് കോർട്സ് എന്ന് പറയപ്പെടുന്ന സെക്ഷൻ ആണ് എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 21A എന്ന് പറയപ്പെടുന്നത്. രാജ്യത്തെ ബാങ്കുകൾക്ക്, ബാങ്കിങ് കമ്പനീസിന് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അനുമതി നൽകുന്നത് സെക്ഷൻ 22 ആണ്. ഏതാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഏതാണ്? സെക്ഷൻ 22. അതിനെക്കുറിച്ച് എന്ത് ചെയ്യപ്പെടുന്നു? പറയുന്നു. അടുത്തത് നോക്കിയേ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. മനസ്സിലായല്ലോ? എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ? മനസ്സിലായല്ലോ? എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയപ്പെടുന്നത്? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും റിസീവ് ചെയ്യുന്ന ഡെപ്പോസിറ്റിന്റെ സർട്ടൺ പെർസെന്റേജ് വിത്തിൻ ദി പ്രിമിസസ് ഓഫ് ബാങ്ക്, ബാങ്കിന്റെ പ്രിമിസസിൽ തന്നെ എന്ത് ചെയ്യപ്പെടണം? റിസർവ് ആയി സൂക്ഷിക്കേണ്ട റേറ്റ് ആണ് എന്ന് പറയപ്പെടുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയപ്പെടുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് RBI ആക്ടിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 24 ആണ്. സെക്ഷൻ 23 പ്രത്യേകമായിട്ടൊന്ന് നോക്കുക. prohibits bank from opening a new place of business in India or abroad, change of premises or otherwise within the same city, change otherwise than the within the town or village without the prior approval of RBI. മനസ്സിലായല്ലോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഇല്ലാതെ രാജ്യത്തെ ബാങ്കുകൾക്ക് എന്താരംഭിക്കാൻ കഴിയത്തില്ല? ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ബ്രാഞ്ചസ് ആരംഭിക്കാനായിട്ട് കഴിയത്തില്ല. നമുക്കറിയാം ബാങ്കുകളിൽ നമ്മൾ സമീപിക്കുന്ന ബ്രാഞ്ചസുകളിലേക്കാണ്. ഈ ബ്രാഞ്ചസുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യപ്പെടുമ്പോൾ? ബ്രാഞ്ചസുകൾ ഓപ്പൺ ചെയ്യപ്പെടുമ്പോൾ പാലിക്കേണ്ടുന്ന നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യപ്പെടുന്നത്? സെക്ഷൻ 23 പറയുന്നത്. അതെന്ന് പറയപ്പെടുമ്പോൾ അതെന്തായിരിക്കണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലോട് കൂടി
മാത്രമായിരിക്കണം. മനസ്സിലായല്ലോ. സെക്ഷൻ 23 പ്രൊഹിബിറ്റ്സ് എന്താണ് ഓപ്പണിംഗ് ഓഫ് ന്യൂ പ്ലേസസ് ഓഫ് ബ്രാഞ്ചസ് ഇന്ത്യയിലോ അബ്രോഡിലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സെയിം സിറ്റിയിലെ മറ്റൊരു പ്രദേശത്തായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എവിടെ ബാങ്കിന്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനും ആരുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം എന്ന് പറയപ്പെടുന്നു. അപ്രൂവൽ ഇല്ലാതെ അത് നടത്തുന്നതിൽ നിന്ന് ബാങ്കുകളെ വിലക്കിയിരിക്കുന്നു, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന സെക്ഷൻ ആണ് ഏതെന്ന് പറയപ്പെടുന്നത്? സെക്ഷൻ 23. ഏത് സെക്ഷൻ എന്ന് പറയപ്പെടുന്നത് കൂട്ടുകാരെ? സെക്ഷൻ 23 എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, സെക്ഷൻ 26ലേക്ക് അല്ലെ, സെക്ഷൻ 26ലേക്ക് പോകുമ്പോൾ എവരി ബാങ്കിങ് കമ്പനി to submit an annual return to RBI irrespective of all accounts in India which have not been operated up to 10 years. മനസ്സിലായല്ലോ. 10 വർഷത്തിന് മുകളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടാത്ത അക്കൗണ്ടുകൾ എന്ത് ചെയ്യപ്പെടണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യപ്പെടണം? സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ. എന്ന് പറയപ്പെടുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 26 എന്ന് പറയപ്പെടുന്നത്. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യപ്പെടുന്നു? 10 വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നില്ല? ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അക്കൗണ്ടുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എന്ന് വിളിക്കാം. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് എന്ന് വിളിക്കാം. ഏത് പേരിട്ട് വിളിക്കാം കൂട്ടുകാരെ? അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ. ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ശ്രദ്ധിക്കുക. ഏത് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളാണ്? അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ എന്ത് ചെയ്യപ്പെടണം? പൂർണ്ണമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യപ്പെടണം? സബ്മിറ്റ് ചെയ്യണം. ആനുവൽ സബ്മിഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 26 എന്ന് പറയപ്പെടുന്നത്. സെക്ഷൻ 29 എന്നാണ് ബാങ്കുകളിൽ സൂക്ഷിക്കേണ്ട അക്കൗണ്ട്സുകളെ സംബന്ധിച്ചും ബാലൻസ് ഷീറ്റുകളെ സംബന്ധിച്ചും പറയുന്നു. സെക്ഷൻ 29 എന്ന് പറയപ്പെടുന്നത് ബാങ്കുകളെ നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അധികാരം നൽകുന്നു. സെക്ഷൻ 35A എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 35A എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നൽകുന്ന ഡയറക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ ബാങ്കുകൾ എന്ത് ചെയ്യപ്പെടുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പൊ 35A എന്താണ്? പവർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ഗിവ് ഡയറക്ഷൻ. 35A പ്രകാരം, മനസ്സിലായാലോ, 35A പ്രകാരം ബാങ്കുകൾക്ക് RBI എന്ത് നൽകും? നിർദ്ദേശങ്ങൾ നൽകും. എന്ത് നൽകും? നിർദ്ദേശങ്ങൾ നൽകും എന്ന് പറയപ്പെടുന്നതാണ് സെക്ഷൻ എന്ന് പറയപ്പെടുന്നത് 35A എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, 36AA എന്ന് പറയുന്നു പവർ ഓഫ് RBI ടു റിമൂവ് മാനേജീരിയൽ ആൻഡ് അതർ പേഴ്സൺസ് ഫ്രം ഓഫീസ്. അപ്പം 35A എന്ന് പറയുന്നു പവർ ഓഫ് RBI ടു ഗിവ് ഡയറക്ഷൻ. 36AA പറയുന്നു അങ്ങനെ ഒരു ഡയറക്ഷൻ RBI കൊടുക്കുകയാണ്. AA കൊടുക്കുകയാണ്. നിലവിൽ ഒരു ബാങ്കിലെ, മനസ്സിലായല്ലോ, മാനേജീരിയൽ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരെയോ അതർ പേഴ്സൺസിനെ ആ പദവിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 36A പ്രകാരം എന്ത് ചെയ്യപ്പെടുന്നു? അധികാരമുണ്ട്. അപ്പൊ 36AA ആൾക്കാരെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ 36AB എന്ത് ചെയ്യപ്പെടുന്നു? ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നു. 36AA എന്ത് ചെയ്യപ്പെടുന്നു? ആൾക്കാരെ റിമൂവ് ചെയ്യുന്നു, അല്ലെ? A റിമൂവൽ. AB എന്ത് ചെയ്യപ്പെടുന്നു? അപ്പോയിന്റ് ചെയ്യുന്നു. AB എന്ത് ചെയ്യപ്പെടുന്നു? അപ്പോയിന്റ് ചെയ്യുന്നു. പവർ ഓഫ് RBI ടു അപ്പോയിന്റ് അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് അധികാരം നൽകുന്നത് ഏതാണ്? AB ആണ്. AE എന്താണ്? പവർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ടു അക്വയർ അണ്ടർടേക്കിംഗ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ഇൻ സർട്ടൻ കേസസ്. അതായത് രാജ്യത്തെ ഒരു ബാങ്കിങ്ങിന്റെ എന്ത് ചെയ്യപ്പെടുന്നു? അധികാര പരിധി ഏറ്റെടുക്കുന്നു? സെൻട്രൽ ഗവൺമെന്റിന്, കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാം AE പ്രകാരം. മനസ്സിലായ? AE അക്വയർ, അല്ലയോ? അക്വയർ ചെയ്യുന്നു. അക്വയറിനകത്ത് ഒരു A ഉണ്ട്, ഒരു E ഉണ്ട്, അല്ലയോ? അക്വയർ എന്ന് പറയപ്പെടുന്ന വാക്ക് തുടങ്ങി അവസാനിക്കുന്ന AEക്കകത്താണ്. അപ്പൊ 36AE എന്താണ്? അക്വയർമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ടു അക്വയർ ദി അണ്ടർടേക്കിംഗ്സ് ഓഫ് എന്താണ്? ബാങ്കിങ് കമ്പനീസ് ഇൻ സർട്ടൻ കേസസ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ന് പറയപ്പെടുന്നത് 36AE പറയുന്നത്. ഏത് പറയുന്നത്? 36AE എന്ത് ചെയ്യപ്പെടുന്നത്? പറയുന്നത്. 36AF എന്താണ് പറയുന്നത്? പവർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ടു മേക്ക് സ്കീംസ്. മനസ്സിലായല്ലോ.
ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് പദ്ധതികളും പ്രോഗ്രാമുകളും എന്ത് ചെയ്യപ്പെടുന്നു, രൂപീകരിക്കുന്നതിന് സെൻട്രൽ ഗവൺമെന്റിന് അധികാരം നൽകുന്നതാണ് 36AF എന്ന് പറയപ്പെടുന്നത്. 39 എന്തിനെ കുറിച്ച് പറയുന്നു, RBI ടു ബി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ, അതായത് രണ്ടോ അതിലധികമോ ബാങ്കുകളെ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടനിലക്കാരൻ എപ്പോഴും ആരായിരിക്കണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അതിനെ കുറിച്ച് പറയുന്നതാണ് എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 39 പറയുന്നത്. മനസ്സിലായല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വിവിധ കേസസിൽ, അതായത് ഈ നേരത്തെ പറയപ്പെടുന്ന എന്തെങ്കിലും കേസസിൽ എന്ത് ചെയ്യപ്പെടുന്നു, എന്താണ്, ഈ ബാങ്കുകൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ പെനാൽറ്റി ചാർജ് ചെയ്യുക. 46 പെനാൽറ്റീസിനെ കുറിച്ച് പറയുന്നു. എന്താണ് ബാങ്കിങ് സംവിധാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെനാൽറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 46 പറയുന്നെങ്കിൽ 47A ഡേഞ്ചർ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ ബാങ്കുകൾക്ക് എന്ത് ചെയ്യപ്പെടുന്നു, പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നു. വിവിധ നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്ന കാര്യത്തിലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ വയലേറ്റ് ചെയ്യുന്ന കാര്യത്തിലോ ബാങ്കുകൾക്ക്, അതായത് രാജ്യത്തെ ഇത്തരം ബാങ്കുകൾക്കും പെനാൽറ്റി ഒക്കെ കിട്ടുന്ന വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. അത് ഏത് പ്രകാരമാണ്, 47A പ്രകാരമാണ്. ഏത് പ്രകാരമാണ്, 47A പ്രകാരമാണ് അങ്ങനെ എന്ത് ചെയ്യപ്പെടുന്നത്, വരുന്നത്. സെക്ഷൻ 49 എന്ന് പറയപ്പെടുന്നത് പ്രൈവറ്റ് ബാങ്കിങ് കമ്പനീസ്. മനസ്സിലായല്ലോ. സെക്ഷൻ 49 എന്ന് പറയപ്പെടുന്നത് പ്രൈവറ്റ് ബാങ്കിങ് കമ്പനീസിനെ കുറിച്ച് എന്ത് ചെയ്യപ്പെടുന്നു, പറയുന്നു. അതേപോലെ തന്നെ 49A എന്താണെന്ന് പറയുന്നു, റെസ്ട്രിക്ഷൻസ് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് വിഡ്രോവൽ ബൈ ചെക്ക്. മനസ്സിലായാലോ. എന്ത് ചെയ്യപ്പെടുന്നു, ഡെപ്പോസിറ്റുകൾ അല്ലയോ ചെക്ക് മുഖാന്തരം വിഡ്രോ ചെയ്യുന്നതിന്റെ റെസ്ട്രിക്ഷൻസ്, നിയമത്തിന്റെ അതിന്റെ എന്ത് ചെയ്യപ്പെടുന്നു കാര്യങ്ങളെ കുറിച്ച്, എന്തൊക്കെ ഡൂ ഓർ ഡോൺസിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 49A എന്ന് പറയപ്പെടുന്നത്. 49B അനുസരിച്ച് ബാങ്കുകളുടെ പേരുകൾ മാറ്റുന്നത്. മനസ്സിലായാലും. ഒരു ബാങ്കിങ് കമ്പനിയുടെ പേര് എന്ത് ചെയ്യപ്പെടുന്നു, മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 51 എന്തിനെ കുറിച്ച് പറയുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതർ നോട്ടിഫൈഡ് ബാങ്കിനെ സംബന്ധിച്ചുള്ള സർട്ടൻ പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 51 സ്റ്റേറ്റ് ബാങ്ക്. സെക്ഷൻ 51 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചും അതിന്റെ നോട്ടിഫൈഡ് ബാങ്കുകൾ, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് ആണ് എന്ന് പറയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലാതെ നോട്ടിഫൈ ചെയ്യപ്പെടുന്ന ബാങ്കുകളെ കുറിച്ച് പറയുന്നതാണ് എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 51 എന്ന് പറയപ്പെടുന്നത്. സെക്ഷൻ 52 എന്ന് പറയപ്പെടുന്നത് എന്താണ്, ഈ ബാങ്കിങ് സെക്ടറിൽ സെൻട്രൽ ഗവൺമെന്റിന് റൂൾസ്, നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള അധികാരങ്ങൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 52 പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ്, നമ്മൾ ആദ്യത്തെ ഫോൾഡറിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഒറിജിനലി അല്ലയോ നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാകുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. അന്ന് എന്തായിരുന്നു, 56 സെക്ഷൻസ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത് അല്ലയോ. 56 സെക്ഷനാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. പക്ഷെ 49 പാസ്സാകുമ്പോൾ 55 സെക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. 56ാമത്തെ സെക്ഷൻ 65 അമെൻമെന്റ് പ്രകാരം വന്നപ്പോൾ ആ 56ാമത്തെ സെക്ഷൻ എന്താണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആ ഒരു ആക്ടിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. സോ കൂട്ടുകാരെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ പ്രധാനപ്പെട്ട 56 സെക്ഷനുകളിൽ നമുക്ക് വേണ്ട സെക്ഷനുകൾ എന്ത് ചെയ്യപ്പെടുക, ഇത്രയും സെക്ഷൻസ് ആണ് നമ്മളെ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതായത് എക്സാം ഇമ്പോർട്ടൻസിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷൻസ് എത്രയും സെക്ഷൻസ് ആണ്, ഇത്രയും സെക്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം കൂട്ടുകാർ എന്ത് ചെയ്യപ്പെടുക, ഒന്ന് ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പം ആ പറഞ്ഞ കണ്ടന്റുകളിലെ ക്ലൂസ് ഒക്കെ എന്ത് ചെയ്യപ്പെടുക, കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെച്ചാൽ തന്നെ നമുക്ക് പലതും എന്ത് ചെയ്യപ്പെടാൻ കഴിയും, ഓർത്തു വെക്കാനായിട്ട്. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ വായിക്കുക. വായിച്ചു കഴിയുമ്പോൾ എന്തായാലും എന്ത് ചെയ്തിരുന്നു, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓപ്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യപ്പെടും, കൃത്യമായിട്ട് ഉത്തരം എന്ത് ചെയ്തിരിക്കും, കിട്ടിയിരിക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ആപ്പിന്റെ ഈ ഒരു യൂട്യൂബ് ക്ലാസ്സുകളിൽ പങ്കെടുത്തതിനുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എൻട്രി ആപ്പിന്റെ, എൻട്രി കോപ്പറേറ്റീവ് ഗോൾഡിന്റെയും എൻട്രി കേരള ബാങ്ക് ഗോൾഡ് ബാച്ചിന്റെയും സ്പെസിഫിക്കേഷൻസും സ്പെഷ്യാലിറ്റീസും നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യപ്പെടുക, നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്റർഷിപ്പിന്റെ സഹായം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ജോലി എന്ന് പറയപ്പെടുന്ന സ്വപ്നം എന്ത് ചെയ്യപ്പെടും, എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ കഴിയും. അത് എൻട്രി ആപ്പ് നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ ഇന്ന് തന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യപ്പെടുക, കോപ്പറേറ്റീവ് എക്സാമിനേഷന്റെയും കേരള ബാങ്ക് എക്സാമിനേഷന്റെയും പ്രിപ്പറേഷൻ ആരംഭിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റു വിശേഷങ്ങളുമായി കാണുന്നവരെ ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം എൻട്രിയ. താങ്ക് യു.